കീം 2024 വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ വെക്റ്റർ ആൻഡ് 3D. അത് കീമിന് മാത്രമല്ല ജെയ്ക്കാണെങ്കിലും ഇതുകൊണ്ട് ജെയ്ക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ജാനുവരി സെഷനിൽ ചോദിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു 3 ഡയമെൻഷണൽ ജോമെട്രി. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാത്രമല്ല നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. വെക്റ്ററും 3D നമ്മൾ ഒന്നിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2024 കഴിഞ്ഞ വർഷം വെക്ടറിന് വേണ്ടി വെക്ടർ പ്ലസ് 3Dക്ക് ഏകദേശം ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺ ആവറേജ് ചില സെഷനിൽ ഒരു 10-12 ക്വസ്റ്റ്യൻ വരെയും ചില സെഷനിൽ ഒരു 6-7 ആ റേഞ്ചിലൊക്കെയാണ് വന്നിരിക്കുന്നത്. മിനിമം ഒരു 7 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കും. വെക്ടർ മാത്രമല്ല വെക്ടർ പ്ലസ് 3D. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ 2 യൂണിറ്റ് വെക്ടേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കൂ, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ മോഡ് വെക്ടർ എയും മോഡ് വെക്ടർ ബിയും 1 എന്ന് എഴുതാം. യൂണിറ്റ് വെക്ടറാണ്. തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ദെൻ എ മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു ബി ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്കറിയാം വെക്ടറിനകത്ത് മോഡ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് 2 എ ഡോട്ട് ബി എന്ന് ഫോർമുല അപ്ലൈ ചെയ്യും. നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, അതുപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വന്നാലും മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നല്ല 2a ഡോട്ട് ബി എന്ന് എഴുതണം. കാരണം വെക്ടർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഡോട്ട് ഓർ ക്രോസ്. അതുപോലെ തന്നെ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ചെയ്താലും മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയറിന്. അപ്പോൾ അതേ ഐഡൻറ്റിറ്റി തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ എ ഡോട്ട് ബി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകും. എ ഡോട്ട് ബിയുടെ ഫോർമുല നിങ്ങൾക്കറിയാം, മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഇതാണ് എ ഡോട്ട് ബിയുടെ ഫോർമുല. അപ്പോൾ മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്. അപ്പോൾ അത് കോസ് തീറ്റ എന്ന് കിട്ടും. ഏത്? എ ഡോട്ട് ബി. എ ഡോട്ട് ബി കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ മോഡ് എ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ബി. ഇപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്നു. മനസ്സിലല്ലേ? എ ഡോട്ട് ബി ഫോർമുല മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എയും മോഡ് ബിയും 1 ആണ്. ഇപ്പോൾ കോസ് തീറ്റ കിട്ടി. അപ്പോൾ ആ വാല്യൂ എടുത്ത് അവിടെ കൊടുത്തു. ഇനി എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ മോഡ് എ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. ഓക്കെ, മൈനസ് 2ab മൈനസ് 2a ഡോട്ട് ബി. അപ്പോൾ 2 കോസ് തീറ്റ ഇൻറ്റു എ ഡോട്ട് ബി. ഇത് കോൺസ്റ്റൻ്റ് ആണ്. മറ്റേത് എയും ബിയും വെക്ടർ ആയതുകൊണ്ട് എ ഡോട്ട് ബി എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ 1 മോഡ് ബി സ്ക്വയർ 1. അപ്പോൾ അത് കോസ് സ്ക്വയർ തീറ്റ വരും. മൈനസ് 2 എ ഡോട്ട് ബി ഇവിടെ കിട്ടിയിട്ടുണ്ട് കോസ് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ. ഒന്നുകൂടെ പറയണോ? എ ഡോട്ട് ബി കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അടുത്ത സ്റ്റെപ്പ് ആൻസറായി 1 മൈനസ് കോസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ വരും. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ. ഓപ്ഷൻ ബോക്സ് സെക്കൻഡ് ഓപ്ഷൻ വരും. NCERT കണ്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഫോർമുലാസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. 2ab എന്ന് എഴുതരുത്, എ ഡോട്ട് ബി എഴുതണം. അതപ്പോൾ മൈനസ് വന്നാലും പ്ലസ് വന്നാലും കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ വെക്ടർ എ ബി വെക്ടർ എ സി തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്തായിരിക്കും? ഏരിയ ഹാഫ് ഇൻറ്റു മോഡ് എ ബി ക്രോസ് എ സി. ഹാഫ് ഇൻറ്റു മോഡ് എ ബി ക്രോസ് എ സി. NCERT ചെയ്യുന്നതാണ്. ഇത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഹാഫ് ഇല്ല കേട്ടോ. അഡ്ജസ്റ്റൻ്റ് സൈഡാണ് തരുന്നതെങ്കിൽ ഹാഫ് ഇല്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. പലർക്കും പ്രശ്നം ഹാഫിൻ്റെ കാര്യം ചിലപ്പോൾ മറന്നു പോകും. വെക്ടർ എ ബി 1 2 മൈനസ് 2. വെക്ടർ എ സി 1 മൈനസ് 1 1. സിംപ്ലിഫൈ ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു മോഡുലസ് എടുക്കേണ്ട വരും കേട്ടോ, അതാണ് മോഡ് ഇട്ടത്. ഐ ഇൻറ്റു 2
മൈനസ് മൈനസ് 2 മൈനസ് 2 ദാറ്റ് ഈസ് 0 അയക്കാം. 2 മൈനസ് 2 0 മൈനസ് ജെ ഇൻറ്റു 1 മൈനസ് മൈനസ് 2 അപ്പോൾ 1 പ്ലസ് 2 വരും ദാറ്റ് ഈസ് 3 പ്ലസ് കെ ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഓഫ് മോഡുലസ് എടുക്കുമ്പോൾ 0 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. മൈനസ് എടുക്കണേ എടുത്തോ, മൈനസ് എടുക്കാം, പക്ഷേ സ്ക്വയർ വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. റൂട്ട് ഓഫ് 18/2. റൂട്ട് 18 എന്ന് പറഞ്ഞാൽ 3 റൂട്ട് 2/2. 3 റൂട്ട് 2/2. റൂട്ട് 2 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓപ്ഷൻ ഡി എഴുതാം അല്ലേ. 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2, റൂട്ട് 2 ക്യാൻസൽ, 3/√2. NCERT ക്വസ്റ്റ്യൻ ആണ്, ഈസി. അടുത്ത ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് എ പാരലോപെപ്പിഡ് ഹുസ് കോട്ടർമിനസ് എഡ്ജസ് ഉണ്ടാവും, ഗിവൺ ബൈ 3 വെക്ടർ തന്നിട്ടുണ്ട്. വെക്ടർ എ ഇസ് ഈക്വൽ ടു I മൈനസ് ജെ പ്ലസ് കെ, വെക്ടർ ബി ഇസ് ഈക്വൽ ടു 3i പ്ലസ് ജെ മൈനസ് കെ, വെക്ടർ സി ഇസ് ഈക്വൽ ടു 5y പ്ലസ് 2j മൈനസ് 7k. ഇത് പക്ഷേ നിങ്ങൾ NCERT പഠിച്ചിട്ടില്ല. ഒരു പാരലോപെപ്പിഡിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്യൂബ് എടുത്തിട്ട് അല്ലെങ്കിൽ ക്യൂബോയിഡ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ടോപ്പ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും, എല്ലാ സൈഡും പാരലോഗിനും വരത്തക്ക രീതിയിൽ. അതിൻ്റെ കോട്ടർമിനസ് എഡ്ജസ് ABC ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് A.B ആയിരിക്കും. A.B സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കും, സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. അതല്ലെങ്കിൽ ഇതിനെ ബോക്സ് പ്രോഡക്റ്റ് എന്ന് വിളിക്കും, ബോക്സ് ABC. ജെ ലെവലിലൊക്കെ കുട്ടികൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാം. A.B പഴയ NCERT ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ചുമ്മാ ഡിറ്റർമിനൻ്റ് എഴുതിയാൽ മതി. ഫസ്റ്റ് റോയിൽ എയുടെ വെക്ടർ എഴുതുക, A1 A2 A3. സെക്കൻഡ് റോയിൽ ബി എഴുതുക, B1 B2 B3. തേർഡ് റോയിൽ സി എഴുതുക, C1 C2 C3. എന്നിട്ട് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വോളിയം ഓഫ് എ പാരലോപെപ്പിഡ്. അത് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. അതിന് കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് NCERT പഠിക്കാത്തതുകൊണ്ടും ഈ വർഷം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ആയിട്ടൊന്ന് ചെയ്തേക്കാം. വോളിയം ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ 1 മൈനസ് 1 1, സെക്കൻഡ് റോ 3 1 മൈനസ് 1, തേർഡ് റോ 5 2 മൈനസ് 7. സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എലമെൻറ്റ് 0 ആയി പൊക്കോളും. ചെറിയ പ്രോപ്പർട്ടി R1 gives R1 പ്ലസ് R2 ചെയ്തതെന്ന് വെച്ചാൽ ഒരു നിർബന്ധമില്ല കേട്ടോ, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. സെക്കൻഡ് റോ അതുപോലെ തന്നെ എഴുതുന്നു, തേർഡ് റോ ഒരു ചേഞ്ചും ഇല്ല. ഞാൻ ഫസ്റ്റ് റോയ്ക്കാണ് ചേഞ്ച് ചെയ്തേക്കണേ. എന്താണ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്? 1 പ്ലസ് 3 4 എഴുതാം, 1 പ്ലസ് മൈനസ് 1 0 എഴുതാം, 1 പ്ലസ് മൈനസ് 1 0 എഴുതാം. ആ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളൂ. ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പലർക്കും തെറ്റാറുണ്ട്. പ്രോപ്പർട്ടി ഒരെണ്ണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം ചെയ്താൽ മതിയല്ലോ. 4 ഇൻറ്റു ഫസ്റ്റ് റോ വെച്ചാൽ മൾട്ടിപ്ലൈ 4 ഇൻറ്റു ഇത് വരുന്ന റോയും കോളം മാറ്റി -7 മൈനസ് -2 -7 മൈനസ് -2 which is equal to 4 into -5 plus 4 into -5 that is -20. വോളിയമാണ്. നമുക്ക് അതിൻ്റെ മോഡുലസ് എടുക്കാം. വോളിയം ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, സോ ഓപ്ഷൻ ബോക്സ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ നല്ല കാര്യം. ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചോദിക്കും. കോട്ടർമിനസ് എഡ്ജസ് ഓഫ് എ പാരലോപെപ്പിഡ്. ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് വെക്ടർ ഏതാണോ ആദ്യത്തെ വെക്ടർ ആ ഓർഡറിൽ തന്നെ എഴുതുന്നു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റോ. പിന്നെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, സാധാരണ രീതി ചെയ്യാം.
അപ്പോൾ ഇതിന് ഡിറ്റർമിനൻറ്റിൻ്റെതായ എല്ലാ പ്രോപ്പർട്ടി ഇതിന് ബാധകമായിരിക്കും. ഇപ്പോൾ രണ്ടെണ്ണം സെയിം വന്നു കഴിഞ്ഞാൽ ആൻസർ 0 വരും. ബോക്സ് അതായത് ഇപ്പോൾ ബോക്സ് എ ബി ഇതിൻ്റെ ആൻസർ 0 ആയിരിക്കും. കാരണം 2 റോ സെയിം ആവും. 2 റോ സെയിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 0 വരും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ഡി 4 വെക്ടർ വന്നിട്ടുണ്ട്. എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ടി. എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ടി. ഞാനിപ്പോൾ എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു എളുപ്പത്തിൽ ചെയ്യുകയാണ്. നിങ്ങൾ സാധാരണ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത് എ ക്രോസ് ബി നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം, സംശയമില്ലല്ലോ, ഇല്ല. സി ക്രോസ് ടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി കിട്ടും അല്ലേ? അത് തമ്മിൽ ഡോട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അത് തമ്മിൽ ഡോട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇനി അതല്ലെങ്കിൽ ഒരു ഫോർമുല പഠിപ്പിക്കാം. സ്കെയിലാർ 4 വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് വരുന്ന ഡയറക്റ്റ് ഫോർമുല ആയിട്ടുള്ളതാണ്. എ ക്രോസ് ബി ഡോട്ട് സി ക്രോസ് ടി. പഠിക്കണമെന്നൊരു നിർബന്ധമില്ല. ഡിറ്റർമിനന്റ് എ ഡോട്ട് സി എ ഡോട്ട് ഡി. എ വെച്ച് രണ്ടിനെ ഡോട്ട് ചെയ്തു. അടുത്ത് ബി വെച്ച് ബി ഡോട്ട് സി ബി ഡോട്ട് ഡി. ഇത് ഡിറ്റർമിനന്റ് ആട്ടോ. എക്സ്പാൻഡ് ചെയ്ത ആൻസർ കിട്ടും. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡിറ്റർമിനന്റ് എ ഡോട്ട് സി. എ സിയോട് ഡോട്ട് ചെയ്യാം. ഇതല്ലേ സി. 2 × -1 -2. പിന്നെ എ സി ഓട്ടോ 3 × 2 6 -4 × 3 -12. അടുത്തത് എ ഡോട്ട് ഡി. എ ഡിയോട് 2 + 3 -4. അറിയാവുന്ന ഒരൊറ്റ സ്റ്റെപ്പിലങ്ങ് ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ബി ഡോട്ട് സി. ബി സിയോട് ഡോട്ട് ചെയ്തു. -1 + 2 -3 -1 + 2 -3. ബി സിയും ഡോട്ട് ചെയ്തു. അടുത്ത ബി ഡി 1 1 -1 1 + 1 -1 which is equal to ഡിറ്റർമിനന്റ്. ഇത് -40, അത് -6 കിട്ടും. -6 -8 കിട്ടി. ഇവിടെ 5 - 4 1 കിട്ടി. ഇവിടെ -4 + 2 -2 കിട്ടി. ഇവിടെ 1 വന്നു. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. -8 -2 വരും. അപ്പം -8 + 2 വരും. അങ്ങനെ ആൻസർ -6 വരും. ഓപ്ഷൻ ഡി കിട്ടും. -6 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഇനി അത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയില്ല, എനിക്കറിയാം. സ്കൂളിൽ പഠിക്കുന്നില്ല, എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. അഡ്വാൻസ് ലെവലൊക്കെ നോക്കുന്നവർ പഠിക്കും. പഠിച്ചിട്ടുള്ളവർ അത് അപ്ലൈ ചെയ്തോളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ഔട്ട് ഓഫ് സിലബസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. എ ക്രോസ് ടി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. സി ക്രോസ് ടി കണ്ടുപിടിക്കാൻ അറിയാം. രണ്ടോട്ട് ഡോട്ട് ചെയ്താൽ മതി, കിട്ടും. ആൽഫ ബീറ്റ ഗാമ ആർ 3 angles. 3 dimensional എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ്. ദെൻ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ കണ്ടുപിടിക്കണം. കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ ശരിക്കും x - 1/3 y - -1/2 z - 0/-1. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയെന്നുള്ളൂ കേട്ടോ. x - x1/a = y - y1/b = z - z1/c. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3 to -1 ആണ്. ഈ താഴെ വരുന്നതാണ് ഡയറക്ഷൻ റേഷ്യോ അഥവാ ABC. 1 - 1 0 പാസ് ചെയ്യുന്ന പോയിന്റ്. ഇതിനകത്ത് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? L = ± ഇപ്പം ലൈനാകും. a/√(a² + b² + c²). M = ± c/√(a² + b² + c²).
n is equal to, ഓക്കെ, n is equal to, സോറി ഇവിടെ b by n equal to c by, അങ്ങനെ ഓരോന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എത്ര കിട്ടും? 9 പ്ലസ് 4 പ്ലസ് 1 ദാറ്റ് ഈസ് റൂട്ട് 14 എന്ന് വരും. റൂട്ട് 14. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ ആൽഫ ബീറ്റ ഗാമ ആംഗിൾ ആണെങ്കിൽ ഇറ്റ്സ് കോസ് വാല്യൂ. കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻ. പറയൂ. 3 by root 14 2 by root 14 minus 1 by root 14. ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കോമൺ പോയിന്റ് ഓഫ് ടു സ്ട്രേറ്റ് ലൈൻസ്. ഇത് ജെയ്ക്കൊക്കെ വരുന്ന മോഡലാണ്. NCERT ചെയ്ത അത്ര പ്രാക്ടീസ് ഉണ്ടാവണമെന്നില്ല. കോമൺ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ലൈനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർസെക്റ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്കിത് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റുക. കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇത് പാസ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ എക്സ് മൈനസ് 1 വൈ പ്ലസ് 2 വൈ മൈനസ് -2 വരും. z മൈനസ് 3. ഇത് ഡയറക്ഷൻ റേഷ്യോയാണ് 2 1 1. ആദ്യത്തെ ലൈൻ അങ്ങനെ എഴുതി. രണ്ടാമത്തെ ലൈൻ അതുപോലെ തന്നെ എക്സ് പ്ലസ് 1 വൈ മൈനസ് 2 z മൈനസ് 7. ഇത് പാസ് ചെയ്യുന്ന പോയിന്റാണ്. താഴെ 1 1 1 എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോയാണ്. ഇതിനകത്ത് 2 1 ശരി, ഡയറക്ഷൻ റേഷ്യോ. ഇനി രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞത്, ഒരു മെത്തേഡ് നിങ്ങൾ ഈ പോയിന്റ് എടുത്ത് ഓരോ ഓപ്ഷൻ എടുത്ത് ഇത് കൊടുത്തു നോക്കുക. ഇത് ഈക്വൽ ആവുന്ന കേസ് ഏതാണെന്ന് നോക്കിയാൽ മതി. അങ്ങനെ മാർക്ക് ചെയ്താലും മതി. കാരണം രണ്ട് ലൈൻ മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കോമൺ പോയിന്റ് ഒരു നിവർത്തിയില്ലെങ്കിൽ രണ്ട് ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അതല്ലേ കോമൺ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് വൈ z. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ല, ഇതിന് കിട്ടുന്ന കോൺസ്റ്റന്റ് തന്നെ ഇതിന് കിട്ടണമെന്നില്ല കേട്ടോ. ഇതെല്ലാം 5 കിട്ടണം, ഇത് 5 അങ്ങനെയില്ല. ഇതിനെല്ലാം ഒരു കോൺസ്റ്റന്റ് കിട്ടും, ഇതെല്ലാം ഒരേ കോൺസ്റ്റന്റ് കിട്ടും. അത്രയേ ഉള്ളൂ. ഇതിനിപ്പോൾ 5 കിട്ടി, ചിലപ്പോൾ ഇതിന് 6 ആയിരിക്കും കിട്ടുന്നത്. അത് എത്രയായാലും കുഴപ്പമില്ല. എക്സിന് കൊടുക്കുന്ന ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും, ഇതിനും ഒരേ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, അങ്ങനെ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സീക്വൽ ടു ലാംഡ കൊടുക്കും, സീക്വൽ ടു മ്യൂ എന്നും കൊടുക്കും. എന്നിട്ട് ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റിൽ പാസ് ചെയ്യും. ഒരു പോയിന്റ് അല്ല, ലൈൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്. അപ്പോൾ അതിൻ്റെ ആർബിട്രറി പോയിന്റ് കണ്ടുപിടിക്കും. ആർബിട്രറി പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് എക്സ് കാണുന്നു, വൈ കാണുന്നു, അങ്ങനെയാണ് ആർബിട്രറി പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർബിട്രറി പോയിന്റ് എന്ന് വെച്ചാൽ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 2 ലാംഡ പ്ലസ് 1, അടുത്തത് ലാംഡ മൈനസ് 2, അടുത്തത് ലാംഡ പ്ലസ് 3. ഇതിനകത്തുനിന്ന് അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. മ്യൂ മൈനസ് 1, മ്യൂ പ്ലസ് 2, മ്യൂ പ്ലസ് 7. ഓക്കെ, ഇനി ഇത് ഇക്വേറ്റ്. കാരണം ഇത് മീറ്റ് ചെയ്യാന്ന്, ഇത് ഈ ലൈനിലെ ഏതോ ഒരു ആർബിട്രറി പോയിന്റാണ്. അതായത് ഈ ലൈനിൽ ഇൻഫിനിറ്റി മെനി പോയിന്റ് ഉണ്ട്, അതിനകത്ത് ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം. രണ്ടാമത്തതും അതെ, ഇറ്റ്സ് ആൻ ആർബിട്രറി പോയിന്റ്. ഇത് ഇന്റർസെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റ് ഈക്വൽ ആവും. അങ്ങനെയുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം എക്സ് കോർഡിനേറ്റ് നിങ്ങൾ ഇക്വേറ്റ് ചെയ്താൽ 2 ലാംഡ പ്ലസ് 1 is equal to മ്യൂ മൈനസ് 1, ആൻഡ് വൈ കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്താൽ ലാംഡ മൈനസ് 2 ഈക്വൽ ടു മ്യൂ പ്ലസ് 2. ഓക്കെ, ഇതിനകത്തുനിന്ന് ഇപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു മ്യൂ പ്ലസ് 4 എന്ന് വരും. ആ ലാംഡയുടെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ 2 മ്യൂ പ്ലസ് 8 അല്ലേ. ലാംഡയ്ക്ക് വരെ മ്യൂ പ്ലസ് 4 കൊടുത്താൽ 2 മ്യൂ പ്ലസ് 8 പ്ലസ് 1 ഈക്വൽ ടു മ്യൂ മൈനസ് 1 വരും. മ്യൂ പുറത്തേക്ക് വന്നാൽ മ്യൂ ഈക്വൽ ടു 8 പ്ലസ് 1 10 വരും. സോറി 9 വരും. 9 റൈറ്റിലേക്ക് പോയാൽ മൈനസ് 10 വരും. മ്യൂവിൻ്റെ വാല്യൂ മൈനസ് 10 വരും. ആ മ്യൂവിൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുന്നു. ലാംഡ വേണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം. ഞാൻ മ്യൂ മാത്രം കണ്ടുപിടിച്ചെന്നുള്ളൂ. മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മൈനസ് 10 കൊടുത്തു, മൈനസ് 11 കിട്ടി. ഇവിടെ കൊടുത്താൽ മൈനസ് 8 കിട്ടി.
ഇവിടെ കൊടുത്താൽ -3 കിട്ടി. -11 -8, അതായത് മ്യൂവിന് കിട്ടിയ -10 എന്നുള്ളത് ഇവിടെ കൊടുക്കും. ഓപ്ഷൻ ബി കിട്ടും. അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്ത് ലാംഡ കിട്ടും. അത് ഇവിടെ കൊടുത്താൽ സെയിം ആൻസർ കിട്ടും. മ്യൂവിന് -10 ഇവിടെ കൊടുത്തേ ലാംഡ = -6 കിട്ടും. ആ ലാംഡയുടെ -6 ഇവിടെ കൊടുത്തു. -12 + 1 സെയിം ആൻസർ തന്നെ കിട്ടും. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. എന്താ ഞാൻ പറഞ്ഞത്? ഓപ്ഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഓപ്ഷൻ മാത്രം ഒന്ന് പറയാം. ഇത് കൊടുത്തു നോക്കിയില്ല, അതിനകത്ത് -11 കൊടുത്തു. -11 -1 -12/2 -6 കിട്ടും. -8 കൊടുത്തു. -8 + 2 ദാറ്റ് ഈസ് -6/1 -6 കിട്ടും. -3 -6/1 -6 കിട്ടും. അപ്പോൾ ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യണം. അത് 2 എലമെന്റ് ഇപ്പോൾ 11 കൊടുത്ത അടുത്ത് 1-2 കൊടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. അടുത്തേക്ക് കൊടുക്കാം. അടുത്ത ലൈനിൽ -11 + 1 -10 -8 -2 -10 -3 -7 -10 അതുണ്ടോ? എല്ലാം ഈക്വലായി. അതിൽ മതി തൽക്കാലം. ഇപ്പം ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ജെയ്യൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന അവരുടെ സ്ഥിരം ക്വസ്റ്റൻ അത്. ഇതല്ല, അതിൻ്റെ ലെവൽ കൂടും. പോയിന്റ് എല്ലാം കണ്ടുപിടിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലറും ഇമേജും എല്ലാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ആംഗിൾ ബിറ്റ്വീൻ ടു സ്ട്രൈറ്റ് ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ടു സ്ട്രൈറ്റ് ലൈൻസ് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. എന്തായിരുന്നു ഫോർമുല? cos θ = b1 dot b2 by mod b1 into mod b2. ഇതായിരിക്കും b1, അതായത് കോൺസ്റ്റന്റിന് ശേഷം വരുന്നത്. ഇതായിരിക്കും b2 അല്ലേ? ഫോർമുലയിലേക്ക് കൊടുത്തോളൂ. b1 dot b2 2y plus j minus 2k dot 2y minus 2j plus k by root of. പക്ഷെ ഇത് അത്രയും ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ന്യൂമറേറ്റർ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എങ്ങനെ കിട്ടും? 2 × 2 4 -2 -2. Numerator becomes 0. So cos θ is 0. These two lines are perpendicular. Angle become 90 degree. Denominator ചെയ്യേണ്ട ആവശ്യമില്ല. ഡോട്ട് പ്രോഡക്റ്റ് 0 വന്നാൽ ആ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആംഗിൾ 90 ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. രണ്ട് പാരലൽ ലൈൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. NCERT-യിൽ ഒരു വർക്കൗട്ട് എക്സാമ്പിൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. A2 - A1 ക്രോസ് B ഡിവൈഡഡ് ബൈ mod B. ആ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. നോക്കൂ, A1 എന്ന് പറയുന്നത് J, A2 എന്ന് പറയുന്നത് K, വെക്റ്റർ B എന്ന് പറയുന്നത് I പ്ലസ് J. വെക്റ്റർ B എന്ന് പറയുന്നത് I പ്ലസ് J. ഓക്കെ, മോഡ് A2 - A1. A1 - A2 ഞങ്ങളുടെ തലം കുഴപ്പമൊന്നുമില്ല. A1 - A2. A2 - A1 = K - J. J - K. ക്രോസ് B. A2 - A1 ക്രോസ് B ബൈ മോഡ് B. വേണമെങ്കിൽ ഡിറ്റർമിനന്റ് വെച്ച് ചെയ്യാം. ഡിറ്റർമിനന്റ് വെച്ച് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ I J K. ഫസ്റ്റ് റോ വരുന്നത് 0 1 -1. സെക്കൻഡ് റോ വരുന്നത് 1 1 0 ബൈ മോഡ് വെക്റ്റർ B which is equal to, അതിന്റെ മോഡുലസ് എടുക്കുന്നു നമ്മൾ, I into 0 minus -1, 0 minus -1 that is 1, minus J into 0 minus -1, again it is 1, plus
k into 0 minus 1, that is minus 1 by mod b, root of 1 plus 1. ഇതിൻ്റെ മോഡുലസ് ന്യൂമറേറ്റർ റൂട്ട് 3 വരും ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 ബൈ റൂട്ട് 2. സോ റൂട്ട് 3 ബൈ റൂട്ട് 2 ഓപ്ഷൻ സി വരും. സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ NCERT വർക്കൗട്ട് എക്സാമ്പിൾ. നിങ്ങൾ ഷോർട്ട് ടെസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ NCERTയിൽ വർക്കൗട്ട് എക്സാമ്പിളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വെക്ടറിലേക്ക് വരുന്നു. എയും ബിയും രണ്ട് യൂണിറ്റ് വെക്ടേഴ്സാണ്. അതിൻ്റെ ആംഗിള് π/4 ആണ്. ദെൻ ഡോട്ട് പ്രോഡക്റ്റ് കാണണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. മോഡ് എ, മോഡ് ബി, ഇത് രണ്ടും ഒന്നാണ്. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് π/4ഉമാണ്. അപ്പോൾ എ ഡോട്ട് ബി എത്രയാണെന്ന് ചോദിച്ചാൽ മോഡ് എ മോഡ് ബി കോസ് π/4 ആണ്. സോ മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്. ഇത് 1/√2 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ശരിക്കും എ പ്ലസ് 1/√2 ഇൻറ്റു വെക്ടർ ബി ഡോട്ട് എ മൈനസ് 1/√2 ഇൻറ്റു വെക്ടർ ബി, എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു mod a square minus mod b square 1/√2 into b square which is equal to mod a 1 ആണ്, mod a 1 ആണ്. 1 minus 1/2 into 1, 1 minus 1/2 into 1, that is 1 minus half. 1 minus half is half itself. Option D കിട്ടും. 1 minus half. Clear? A plus b dot a minus b mod a square minus mod b square 1/√2. 1/√2 സ്ക്വയർ 1/2 വരും. mod b സ്ക്വയർ 1 കിട്ടും. സോ അങ്ങനെ 1 minus 1/2 ആൻസർ become 1/2. അടുത്തത് a and b are two non zero vectors. mod a cross b equal to mod a dot b. വളരെ ഈസിയാണ്. mod a cross b എന്ന് പറഞ്ഞാൽ mod a mod b sin theta is equal to mod a mod b cos theta. ഒന്ന് mod a mod b sin theta, മറ്റത് mod a mod b cos theta. sin theta equal to cos theta എന്ന് വരും. sin theta യും cos theta യും ഈക്വൽ ആകുമ്പോൾ tan theta equal to 1 എന്നും theta equal to π/4 എന്നും കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, theta equal to b, π/4. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിമെട്രിക് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. സിമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ x മൈനസ് x1/a ആ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ ശരിക്കും നമ്മളിത് ചേഞ്ച് ചെയ്യുന്നത് ഇത് xi പ്ലസ് yj പ്ലസ് zk, ഇത് നമ്മൾ a1i ആ രീതിയിലൊക്കെ മാറ്റുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. x മൈനസ് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം ഞാനൊന്ന് എഴുതാം, സോറി റൈറ്റ് സൈഡ് മാത്രം. ഐ ക്യാപ്പിന് പകരം ഐ ക്യാപ്പ് പ്ലസ് 0j ക്യാപ്പ് പ്ലസ് 0k ക്യാപ്പ് പ്ലസ് ടി ഇൻറ്റു 0i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് പ്ലസ് 0k ക്യാപ്പ്. അപ്പം എങ്ങനെ വരും? x മൈനസ് 1 y മൈനസ് 0 z മൈനസ് 0. പാസ് ചെയ്യുന്ന പോയിന്റ് 1 0 0. ഡയറക്ഷൻ താഴെ എഴുതും. ആദ്യത്തെ 0, അടുത്തത് 1, അടുത്തത് 0. ഓപ്ഷൻ x മൈനസ് 1/0 y/1 z/0. ഓപ്ഷൻ എ കിട്ടും, ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതാണ് സിമെട്രിക് ഫോം. വെക്റ്റർ ഫോമിൽ നിന്ന് നമ്മളതിനെ കാർട്ടീഷ്യൻ ഫോമിൽ NCERT പറയും, സിമെട്രിക് ഫോം എന്ന് വിളിക്കാറുണ്ട്. വെക്റ്റർ ഫോമിൽ നിന്ന് കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ NCERTയിൽ ചെയ്യുന്ന പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ,
എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം എ ഡോട്ട് ബി 0 ആയിരിക്കും. ഡോട്ട് ചെയ്യൂ. ആൽഫ ഇൻറ്റു ആൽഫ, ആൽഫ സ്ക്വയർ, ബീറ്റ ഇൻറ്റു ബീറ്റ, ബീറ്റ സ്ക്വയർ. സോ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിനകത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പിൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി 0. ഈ കേസ് രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 0 വന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക്കിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നത് ദിസ് ഈക്വൽ ടു 0 ഓർ ദിസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരിക്കലും 0 വരില്ല. കാരണം ഇത് 0 വന്നാൽ ഇഫ് ദിസ് ടൈം ഇസ് 0 ദെൻ ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് വരും. പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ മാത്രമേ 0 വരുള്ളൂ. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 0 എന്ന് മാർക്ക് ചെയ്യും. ക്ലിയർ? ഐദർ ദിസ് ഈക്വൽ ടു 0 ഓർ ദിസ് ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് ടൈം 0 എന്ന് കൊടുക്കുമ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് എഴുതേണ്ടി വരും. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ഫസ്റ്റ് കേസ് എടുക്കുന്നു, ആൽഫ പ്ലസ് ബീറ്റ 0. അടുത്തത്, എ ലൈൻ മേക്സ് ആൻ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആക്സിസ്. ദെൻ നിങ്ങൾക്കറിയാവുന്ന റിസൾട്ട് ഉണ്ട് 3Dയിൽ. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. വളരെ പ്രധാനപ്പെട്ടതും വളരെ സിമ്പിളായിട്ടുള്ള റിസൾട്ടാണ്. ഈക്വൽ ടു 1. ആൽഫ ബീറ്റ ഗാമ ഡയറക്ഷൻ ആംഗിൾ ആണെങ്കിൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യും? കോസ് 2 ആൽഫ എന്ന് പറയുന്നതിന് 1 മൈനസ് 2 കോസ് സ്ക്വയർ ആൽഫ, അല്ല 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1 എന്ന് എഴുതാം. 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് 1 ട്രിഗണോമെട്രിക് ഫോർമുല ആട്ടോ, അല്ലേ? കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അടുത്ത ടൈം 2 കോസ് സ്ക്വയർ ബീറ്റ മൈനസ് 1. അടുത്ത ടൈം 2 കോസ് സ്ക്വയർ ഗാമ മൈനസ് 1 ഈക്വൽ ടു 0. ഈ 3 ടൈമുകൾ എടുത്തു. അതിനകത്തുനിന്ന് 2 ഔട്ട്സൈഡ് എടുത്തു. ബാക്കി കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. പിന്നെ മൈനസ് 1 മൈനസ് 1 മൈനസ് 1. അപ്പോൾ അത് -3 വരും. സോറി, ഈക്വൽ ടു 0 അല്ല, ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കണമെന്നാണ് ചോദ്യം. 0 ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ 1 ആണെന്ന് നേരത്തെ അറിയാം. സോ 2 × 1 -3. സോ 2 -3. ആൻസർ -1 കിട്ടും. ഓപ്ഷൻ ബോക്സ്. ആൻസർ -1 കിട്ടും. ഓപ്ഷൻ ബോക്സ്. ക്ലിയർ? എ ബി സി ആർ 3 വെക്ടേഴ്സ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് 30. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി 30 ആണ്. എ ആൻഡ് ബി ഇതിൻ്റെ ആംഗിൾ 30 ആണ്. പിന്നെയോ എ ആൻഡ് സി, എ ആൻഡ് സി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. എ ആൻഡ് ബി പ്ലസ് സി, എ ആൻഡ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. മോഡ് ബി മോഡ് സി തന്നിട്ടുണ്ട്. മോഡ് ബി പ്ലസ് സി കണ്ടുപിടിക്കണം. മോഡ് ബി പ്ലസ് സി കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരൊറ്റ കൺസെപ്റ്റ് എടുക്കാം. ഇത് തമ്മിലുള്ള ആംഗിള് 45 അല്ലേ? അപ്പോൾ കോസ് 45 ഈക്വൽ ടു കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി പ്ലസ് സി ബൈ മോഡ് എ മോഡ് ബി, മോഡ് എ ഇൻറ്റു മോഡ് ബി പ്ലസ് സി. Cos theta is equal to a dot b by mod a mod b. That implies cos 45 1/√2 ആണ്, which is equal to ഇത് എ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് ചെയ്യുമ്പോൾ എ ഡോട്ട് ബി, എ ഡോട്ട് ബി എത്രയാണെന്ന് നമുക്കറിയില്ല. എയും ബിയും തമ്മിലുള്ള ആംഗിൾ അറിയാം. അപ്പോൾ നമുക്കത് എഴുതിയേക്കാം കേട്ടോ. എ ഡോട്ട് ബി എന്ന് വെച്ചാൽ മോഡ് എ മോഡ് ബി ഇൻറ്റു കോസ് 30 എന്ന് എഴുതാം. എയും ബിയും തമ്മിലുള്ള ആംഗിൾ 30. ഇത് ഡോട്ട് ചെയ്താൽ എ ഡോട്ട് സി മോഡ് എ മോഡ് സി കോസ് 60 ഹോൾ ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി പ്ലസ് സി.
ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ന്യൂമറേറ്ററിൽ നിന്ന് എല്ലാ 2 ടൈമിൽ നിന്ന് മോഡെ പുറത്തേക്ക് എടുത്തു, താഴത്തെ മോഡയായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ക്ലിയർ? ദാറ്റ് ഇംപ്ലൈസ് മോഡ് ബി പ്ലസ് സി, ഇതാട്ടോ കണ്ടുപിടിക്കണ്ടേ, ബൈ √2 സീക്വൽ ടു റൈറ്റ് സൈഡ്. നമുക്കൊരു കാര്യം ചെയ്യാം, മോഡ് ബി എത്രയാണെന്ന് അറിയാമോ? അറിയാം, മോഡ് ബി √6 ആണ്. കോസ് തേറ്റയുടെ വാല്യൂ അതും അറിയാം, √3/2 ആണ്. പ്ലസ് മോഡ് സി അതറിയാം, 2√2 ആണ്. കോസ് 60യുടെ വാല്യൂ അത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ √6 ഇൻറ്റു √3 √18 വരും. √18 വരും. √18നെ 3√2 എന്ന് എഴുതാം. ശരിയല്ലേ? √18 വരും. √18നെ 9 ഇൻറ്റു 2 എന്നാക്കാം. അപ്പോൾ 3√2 പ്ലസ് 2√2 ഹോൾ ഡിവൈഡ് ബൈ 2 കോമൺ ആയിട്ട് ഇടാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ആൻസർ കിട്ടിക്കഴിഞ്ഞു. മോഡ് ബി പ്ലസ് സി ബൈ √2, മോഡ് ബി പ്ലസ് സി ബൈ √2 സീക്വൽ ടു 5√2/2 വരും. ഈ √2 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? മോഡ് ബി പ്ലസ് സി സീക്വൽ ടു മോഡ് ഓഫ് ബി പ്ലസ് സി സീക്വൽ ടു 5 ഇൻറ്റു 2/2 എന്ന് വരും. ഈ √2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. √2 ഇൻറ്റു √2 2 വരും. 5 ഇൻറ്റു 2/2 എന്ന് വരും. 2 2 കട്ടായി പോയി. ആൻസർ ഈസ് 5. ഓപ്ഷൻ ബോക്സ് കിട്ടും. ആൻസർ ഈസ് 5. ഓക്കെ, ഓപ്ഷൻ ബോക്സ്. ബോക്സ് അല്ല, എലഫൻറ്റ്, ലാസ്റ്റ് ഓപ്ഷൻ. കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പല മെത്തേഡുകളിൽ കൂടെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്ക്വയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മോഡ് ബി സ്ക്വയർ മോഡ് സി സ്ക്വയർ ബി സി എന്നുള്ള ആംഗിൾ തന്നിട്ടില്ല. നമ്മൾ ഈ ഇൻഫോർമേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഡയറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിക്കുന്നു, തരുന്ന ഇൻഫർമേഷൻ വെച്ചാൽ മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ. വളരെ ഈസി അല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് 0, എ ഡോട്ട് ബി 0. ദാറ്റ് ഇംപ്ലൈസ് ഡോട്ട് ചെയ്യും 4 ഇൻറ്റു 3 12 വരും. -3 ഇൻറ്റു 2 -6 വരും. -1 ഇൻറ്റു ലാംഡ ലാംഡ വരും 0. ദാറ്റ് ഇംപ്ലൈസ് 6 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 6. ഓപ്ഷൻ എലിഫന്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നും ചെയ്യാനില്ല. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈക്വൽ ടു ലാംഡയും മ്യൂവും കൊടുത്ത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ദിസ് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്തു, ദിസ് ഈക്വൽ ടു മ്യൂ എന്നും കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇതനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് ആർബിട്രറി പോയിന്റ് എന്ന് പറയുമ്പോൾ 2 ലാംഡ പ്ലസ് 3, 2 ലാംഡ പ്ലസ് 2 ലാംഡ പ്ലസ് 6. ഇതിനകത്താണെങ്കിലോ 3 മ്യൂ പ്ലസ് 2, 2 മ്യൂ പ്ലസ് 4, 3 മ്യൂ പ്ലസ് 1. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഓരോന്നും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 3 മ്യൂ പ്ലസ് 2. 2 ലാംഡ മൈനസ് 3 മ്യൂ ഈക്വൽ ടു -1. വൈ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് 2 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 2 മ്യൂ പ്ലസ് 4. 2 ലാംഡ മൈനസ് 2 മ്യൂ ഈക്വൽ ടു 2. ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 1. ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 1. പ്രതായിക്കൊണ്ടിരിക്കണമെന്നില്ല. ഇപ്പോൾ ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 1 ഇവിടെ കൊടുത്താൽ 2 മ്യൂ പ്ലസ് 2 മൈനസ് 3 മ്യൂ ഈക്വൽ ടു -1. ലാംഡ ഈക്വൽ ടു മ്യൂ പ്ലസ് 1 ഇവിടെ കൊടുത്താൽ
അപ്പോൾ മൈനസ് മ്യൂ ഈക്വൽ ടു -3 മ്യൂ ഈക്വൽ ടു 3. മ്യൂവിൻ്റെ വാല്യൂ 3 എന്നാണ് നമുക്ക് കിട്ടിയത്. ശരിയാണോ എന്ന് നോക്കാം. 3 ഇവിടെ കൊടുത്താൽ 11 വരും. 3 ഇവിടെ കൊടുത്താൽ 6 + 4 10 വരും. 3 ഇവിടെ കൊടുത്താൽ 10 വരും. അപ്പോൾ 11 10 10 അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇ വരും, എലഫൻറ്റ്. അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 4 കിട്ടും. ലാംഡ 4 ഇവിടെ കൊടുത്താൽ 8 + 3 11 വരും. 8 + 2 10 വരും. 4 + 6 10 വരും. ഇതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഓപ്ഷൻ ഓരോന്ന് കൊടുത്ത് നോക്കുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചോളൂ. ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഞാനിത് പഠിച്ചോളൂ എന്ന് പറയാൻ കാരണം NCERT നിങ്ങൾ അത്ര പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദർ ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് ഫോമിലല്ലേ എന്ന് നോക്കണം. ഈ ലൈന് പ്രശ്നമൊന്നുമില്ല. x - x1/a കുഴപ്പമില്ല. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ വരുന്നത് 6 8 10. പക്ഷേ ഈ ലൈൻ വരുമ്പോൾ പ്രശ്നം വരും. കണ്ടോ, അവിടെ 2y എന്നേക്കണം. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യണം. x + 1/2. ഇതിനകത്ത് 2 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ y + 3/2 വരും. ഇൻറ്റു 2 വരും. ആ 2 താഴേക്ക് കൊണ്ടുവരും. അപ്പം 2/2 എന്ന് വരും. അപ്പോൾ അത് 1 ആയി പൊക്കോളും. z + 3/2. ഈ 2 മുകളിലേക്ക് ചെല്ലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ വരുന്നത് 1 ഇറ്റ് ഈസ് 2 1 2 2 1 2. ശരിയല്ല നോക്കിയാലേ 2 1 2. പിന്നെ ഡയറക്ഷൻ റേഷ്യോസ് എപ്പോഴും പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ എളുപ്പം. ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 3 4 5 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും. നിർബന്ധമില്ല കേട്ടോ. cos θ ഈക്വൽ ടു മോഡുലസ് 3 × 2 6 4 × 1 4 + 10 by root of 9 + 16 + 25 into root of 4 + 1 + 20 divided by root of 25 + 25. ഇപ്പോൾ √50 എന്ന് വരും. 50 √50 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? 5 √2 എന്ന് എഴുതാം. ഇത് √50 വരും. √50 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഇത് 3 കിട്ടും. വേണമെങ്കിൽ 5ഉം ഇതും കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 4 എഴുതാം. 4/3 √2. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4/3 √2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, 4നെ നമുക്ക് 2 × 2 എന്നാക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് പോയാൽ ഒരു √2 വരും. അപ്പോൾ 2 √2/3 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. θ = cos ഇൻവേഴ്സ് 2 √2/3 എന്ന ഓപ്ഷനിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ റേഷ്യോസ് തന്നെയാണ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുമ്പോൾ NCERT എക്സസൈസ് കണ്ട അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു കോൺസ്റ്റന്റ് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ ഒരു ശ്രദ്ധ വേണം. ഈ 2 ഔട്ട്സൈഡ് എടുക്കുന്നു, ബൈ കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ 2 മുകളിലേക്ക് പോട്ടെ, 2y എന്ന് പറഞ്ഞ് കിട്ടി. സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 √2/3 എന്ന് കിട്ടും. സോ θ = cos ഇൻവേഴ്സ് 2 √2/3. അടുത്ത ക്വസ്റ്റ്യൻ. ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B π/3. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, A + B. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മോഡ് A + B ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. മോഡ് A² + മോഡ് B² + 2A.B എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് A 5 ആണ്, അതിൻ്റെ സ്ക്വയർ 25 വരും. മോഡ് B 10 ആണ്, അതിൻ്റെ സ്ക്വയർ 100 വരും. പ്ലസ് 2 × A.Bയുടെ ഫോർമുല മോഡ് A × മോഡ് B. മോഡ് A 5 മോഡ് B 10 × cos 30.
60. ആംഗിള് 60 ആണ്. cos 60 1/2 വരും. 2 ക്യാൻസൽ. സോ 125 പ്ലസ് 100 പ്ലസ് 50 എന്ത് കിട്ടും? 125 100 225 275 എന്ന് കിട്ടും. 275 അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 275ൻ്റെ റൂട്ട് എടുക്കുക. 275ൻ്റെ റൂട്ട് എടുക്കുക. ഇത് ആണ് കിട്ടുക. നമുക്ക് മോഡ് എ പ്ലസ് ബി ആണ് ആവശ്യം, വിച്ച് ഈസ് റൂട്ട് ഓഫ് 275. റൂട്ട് ഓഫ് 275 എന്ത് കിട്ടും? റൂട്ട് ഓഫ് 25 ഇൻറ്റു 200 വരുമ്പോഴത്തേക്കും 8 ആവും. 25 ഇൻറ്റു 11 വരും ശരിയാണെങ്കിൽ. എ മോഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? ഓപ്ഷൻ വരുന്നത് 5. ഇവിടെ തെറ്റിയിട്ടുണ്ടോ? മോഡ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. മോഡ് എ സ്ക്വയർ 25 ആണ്. 5/3 എന്ന് പറഞ്ഞാൽ 60 ആണ്. cos 60 1/2 ആണ്. 2a ഡോട്ട് ബി മോഡ് എ മോഡ് ബി cos തീറ്റ കിട്ടും. എവിടെയോ കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്ക് വന്നല്ലോ. എ സ്ക്വയർ ഇവിടുത്തെ 25 125 ആയില്ലേ? എന്താ മണ്ടത്തരമാണ് ചെയ്ത് വെച്ചത്. സോറി കേട്ടോ. ഇത് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. 5 റൂട്ട് 11 ഇല്ലല്ലോ? ഇല്ല. ശരിയാണ്, നമുക്ക് തെറ്റ് ചെയ്തത്. ഇവിടെ 25 ആയിരുന്നു, അതുകൊണ്ട് 125. അഡീഷണൽ മനസ്സിൽ രണ്ടോട്ടങ്ങ് ചെയ്തു. ഇപ്പോൾ 175 വരുള്ളൂ അല്ലേ? 175 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 25 ഇൻറ്റു 7 മതി. 25 ഇൻറ്റു 8 ആകുമ്പോൾ 200 ആവും. സോ 25 താഴെ വന്നപ്പോൾ 125. അത് ആഡ് ചെയ്യുന്നത് മനസ്സിൽ വിചാരിച്ചങ്ങ് എഴുതി. ശ്രദ്ധ ശരിക്കും വേണം, എനിക്കും നിങ്ങൾക്കും. അടുത്തത് എ ബി സി 3 പോയിന്റ് തന്നിട്ടുണ്ട്. ദ പ്രൊജക്ഷൻ ഓഫ് എ ബി ഓൺ എ സി. പ്രൊജക്ഷൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എ ബി ഡോട്ട് എ സി ബൈ മോഡ് എ സി. എ ബി ഡോട്ട് എ സി ബൈ മോഡ് എ സി. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. എ ഡോട്ട് ബി ബൈ മോഡ് ബി. അപ്പോൾ വെക്റ്റർ എ ബി എഴുതിയാൽ എന്ത് വരും? വെക്റ്റർ എ ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ. 1 മൈനസ് 0 ദാറ്റ് ഈസ് ഐ ക്യാപ്. 1 മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 2 ജെ ക്യാപ്. 1 മൈനസ് -3 പ്ലസ് 4 കെ ക്യാപ്. ശരിയല്ലേ? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് എ. 1 മൈനസ് 0 1 മൈനസ് 3 1 മൈനസ് -3. വാട്ട് ഈസ് വെക്റ്റർ എ സി? വെക്റ്റർ എ സി ഈസ് 2 minus 0 that is 2 I cap. 0 minus 3 that is minus 3 j cap. 3 minus -3 that is 6 k cap. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഡോട്ട് കാണുമ്പോൾ 2 into 1 2, 3 into 2 6, 4 into 6 24 by root of 4 plus 9 plus 36 which is equal to numerator 24 plus 6 that is 32 by 7. 36 plus 4 40 49 root of 49 is 7. 32 by 7 is option B is correct. 32 by 7 option B is correct. ഡയറക്റ്റ് ഫോർമുല പ്രൊജക്ഷൻ ഇൻസേർട്ട് ചെയ്യുന്ന എ ഡോട്ട് ബി ബൈ മോഡ് ബി. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് എ ക്രോസ് ബി. ശരിക്കും നിങ്ങൾ സാധാരണ പോലെ തന്നെ ക്രോസ് ചെയ്തൊക്കെ ചെയ്യാം, പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്നൊരു കൺസെപ്റ്റാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇത് ബോക്സിലേക്ക് മാറ്റുമ്പോൾ ബോക്സ് എ ബി എന്ന് വരും. ഇപ്പോൾ രണ്ടെണ്ണം സെയിം ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ 0 ആയി പോകും. നമ്മൾ ഇത് ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഏത്? പാരലോപിപ്പിഡിൻ്റെ കോട്ടർമിനസ് എഡ്ജസ് തന്നിട്ട് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് 2 റോ എ തന്നെ വരുന്നു, ഫസ്റ്റ് 2 റോ സിമിലർ ആവും, അപ്പോൾ ആൻസർ 0 കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എ ക്രോസ് ബി ചെയ്തിട്ട് ഡോട്ട് ചെയ്ത് നോക്കിയാലും മതി, എന്തായാലും ഇത് 0 ആയി പോകും. അപ്പോൾ ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഏത്? എ ഡോട്ട് പി പ്ലസ് മോഡ് പി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, ആൻസർ കിട്ടും. അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ക്രോസ് ചെയ്ത് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എ ഡോട്ട് പി -25 പിന്നെ -49 -81 പ്ലസ് മോഡ് ബി സ്ക്വയർ. മോഡ് ബി സ്ക്വയർ ഇസ് 25 പ്ലസ് 49 പ്ലസ് 81. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും, ആൻസർ ബിക്കം 0. എ പ്ലസ് പി ഡോട്ട് പി, ആൻസർ ബിക്കം 0. ഓക്കെ, എല്ലാ ടൈമുകളും ക്യാൻസൽ ആയി പോകുന്നു, ആൻസർ ഇസ് 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് മീറ്റ് ദ ലൈൻ അറ്റ് ദ പോയിന്റ്. 2 പോയിന്റ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് x മൈനസ് x1 ബൈ x2 മൈനസ് x1 y മൈനസ് y1 ബൈ y2 മൈനസ് y1 z മൈനസ് z1 ബൈ z2 മൈനസ് z1. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് x മൈനസ് 2 ബൈ 6 മൈനസ് 2 4, y മൈനസ് 2 ബൈ 6 മൈനസ് 2 4, z മൈനസ് 2 ബൈ 6 മൈനസ് 2 4. ഞാൻ പറഞ്ഞത് ഡയറക്ഷൻ റേഷ്യോ ആണ്, പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ എഴുതിയാൽ മതി. x മൈനസ് 2 ബൈ 1, y മൈനസ് 2 ബൈ 1, z മൈനസ് 2 ബൈ 1. ഇതാണ് ഒരു ലൈൻ. ഈ ലൈൻ അവർ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ലാംഡ എന്ന് കൊടുക്കും, മറ്റത് മി എന്ന് കൊടുക്കും, കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇതെനിക്ക് തോന്നുന്നു ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഏത് ഓപ്ഷൻ എടുത്താലും ഫസ്റ്റ് കേസ് ശരിയാവും, സെക്കൻഡ് കേസ് മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഈ ലൈനിലെല്ലാം ശരിയാവും. നമുക്ക് ആ ലൈനിൽ നോക്കാം. 1 എടുത്താൽ ഇത് 0 വരും, 1 എടുത്താൽ ഇത് 0 കിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാവില്ല. 2 എടുത്താൽ എക്സിന് 2 എടുത്താൽ ഇത് 1 കിട്ടും, പക്ഷേ ഇത് 0 കിട്ടും, ഈക്വൽ ആവില്ല. എക്സിന് 3 കൊടുത്താൽ ഇത് 2/3 വരും. 3 കൊടുത്താൽ 2/3 വരും, അത് 2/2 വരും, ശരിയാവില്ല. എക്സിന് 4 കൊടുത്താൽ 4 മൈനസ് 1 പോയിന്റ്സ് മീറ്റ്സ് ലൈൻ. എക്സിന് 4 കൊടുത്താൽ 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് 3 വരും. 3/3 1 കിട്ടും. വൈക്ക് 4 കൊടുത്താൽ 4 മൈനസ് 2 2 വരും. 2/2 എന്ന് പറഞ്ഞാൽ അതും 1 കിട്ടും. ഇസഡിന് 4 കൊടുത്താൽ 4 മൈനസ് 5 -1 വരും. ഇവിടെ മൈനസ് ഉണ്ട്, -1/-1. ഓപ്ഷൻ ഡി ആയിരിക്കും ശരി. അതായത് എക്സിന് 4 കൊടുത്താൽ 4 മൈനസ് 1 3 വരും, 3/3. വൈക്ക് 4 കൊടുത്താൽ 4 മൈനസ് 2 2, 2/2. ഇസഡിന് 4 കൊടുത്താൽ 4 മൈനസ് 5 -1/-1. എല്ലാം ഈക്വൽ ആവും. 1 1 1 എല്ലാ കേസുകളും ഈക്വൽ ആവുന്നു. അത് ഈക്വലായി ഇവിടെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 4 കൊടുത്താൽ 2, 4 കൊടുത്താൽ 2, 4 കൊടുത്താൽ 2, അല്ലെങ്കിൽ ലാംഡ മി ഒന്ന് കൊടുത്തിട്ട് ചെയ്യും, എങ്ങനെയായാലും പ്രശ്നം. ആംഗിൾ ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ് ഈസ് ഗിവൺ. എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്, എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, പറയൂ. എ ഡോട്ട് ബിയുടെ ഫോർമുല മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. തീറ്റ എത്രയാണ്? π/3. തീറ്റ ഈസ് π/3 ഈക്വൽ ടു 15. ശരിയല്ലേ? മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ കോസ് സ്ക്വയർ 60. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. അല്ല, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. മോഡ് എ മോഡ് ബി അറിയില്ല. ശരി.
ഇൻറ്റു കോസ് 60 1/2 അതിൻ്റെ സ്ക്വയർ 1/4 അതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 15 × 4 കിട്ടി. എന്നോട് പറയാം കോസ് 60 1/2 സ്ക്വയർ 1/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 15 × 4. ഇനി മോഡ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ കാണണം. മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ 60 സൈൻ സ്ക്വയർ 60 സൈൻ തീറ്റയാണ്. മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 × 4 കിട്ടും. സൈൻ 60 √3/2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 3/4 വരും. 4 ക്യാൻസൽ. 15 × 3 മോഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 15 × 3 45. യെസ്, 15 × 3 45. ശരിയല്ലേ? മോഡ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ കാണണം. നമ്മൾ ഫോമിൽ എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും. തീറ്റ അറിയാം, മോഡ് എ മോഡ് ബി അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സിമ്മട്രിക് ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. 2 പോയിന്റ് തന്നാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 പോയിന്റ് തന്നാൽ എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കും? x - x1 ബൈ ഇങ്ങനെ x - x1 ബൈ x2 - x1 y - y1 by y2 - y1 z - z1 by z2 - z1. അപ്പോൾ x + 1 by -2 y + 4 by -4 z - 2 by 3 അങ്ങനെ ഒരു ഓപ്ഷൻ. x + 1 by -2 y + 4 by y + 4 പറ്റില്ല, y - 4 തന്നെ കേട്ടോ. y - 4 അവിടെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. y - 4 by -4 z - 2 by 3. തീർച്ചയായിട്ടും ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. ഡയറക്റ്റ് ഫോർമുല. 2 പോയിന്റുകൾ തന്നാൽ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ 3D എങ്ങനെ കണ്ടുപിടിക്കും? വീണ്ടും 3D തന്നെ. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. നേരത്തെ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ തന്നെ. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോയിൽ ഒരു പ്രശ്നമില്ല. 4 - 4 - 4 എന്നാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 - 1 - 1 കിട്ടും. ഓക്കെ അല്ലേ? അതെ. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ശ്രദ്ധിക്കണം. x - 1/2 ഓക്കെ. ഇതിനകത്ത് നിന്ന് 2 പുറത്തേക്ക് എടുക്കണം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലല്ലോ, അതിനകത്ത് ഇതുപോലെ തന്നെയാണ് വരുന്നത്. y + അല്ല y + 3/2 4/2 വരും. 2 താഴേക്ക് വരുന്ന കേട്ടോ. ഈ 2 ഔട്ട് സൈഡ് എടുക്കുന്നു. നിങ്ങളിത് റെസിപ്രോക്കലി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 മുകളിൽ ചെല്ലും, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കിട്ടും. സീക്വൽ ടു z + 5/2. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ത് വരും? 2 2 2 അല്ലേ? 4/2 2 കിട്ടും. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 1 1 ഡയറക്ഷൻ റേഷ്യോ. അടുത്തതിൻ്റെ 1 - 1 -1. സോ കോസ് തീറ്റ സീക്വൽ ടു മോഡുലസ് 1 × 1 1 1 × -1 -1 1 × -1 -1 root of a square plus b square plus c square 3 into root of 3. So 1/3 എന്ന് കിട്ടും. 1/3 ഓപ്ഷൻ ബോക്സ് കിട്ടും. അല്ലാതെ നമ്മൾ ഈ 4 × 2 എഴുതി കഴിഞ്ഞാൽ ആ മൾട്ടിപ്ലിക്കേഷൻ്റെ സമയം അത്രയും പോകും. ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആണ്. ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റ്ലി മെനി ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ടായിരിക്കും. ഡയറക്ഷൻ കൊസൈന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന വാല്യൂ ആണ് ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ യുണീക്ക് ആയിരിക്കും, പക്ഷെ അതിന് പ്രൊപ്പോർഷണൽ, അതിനെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഡയറക്ഷൻ റേഷ്യോ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൽഫ ബീറ്റ ഗാമ എക്സ് വൈ ഇസഡ് ആക്സിസുമായിട്ട് അതൊക്കെ നമുക്ക് ഓക്കെയാണ്. സൈൻ സ്ക്വയർ ആൽഫ എസ് നേരത്തെ ചെയ്ത അതേ പാറ്റേൺ. ഏതാണ്? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. സൈൻ സ്ക്വയർ ആൽഫയെ 1 - കോസ് സ്ക്വയർ ആൽഫ എന്നെഴുതി. സൈൻ സ്ക്വയർ ബീറ്റയെ 1 - കോസ് സ്ക്വയർ ബീറ്റ എന്നെഴുതി. കോസ് സ്ക്വയർ ഗാമയെ 1 - സൈൻ സ്ക്വയർ ഗാമ എന്നും എഴുതി.
അല്ല, അത് കോസ് സ്ക്വയർ ഗാമയല്ലേ, അതിന് അങ്ങനെ എഴുതണേ. അത് കോസ് സ്ക്വയർ ഗാമ അങ്ങനെ തന്നെ എഴുതി. ഇനി 1 + 1 2 കിട്ടും. ബാക്കിയെല്ലാം ഒന്നായിട്ട് എടുക്കുന്നു. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ അല്ലേ. 1 + 1 2 അങ്ങനെ എടുത്തു. അത് 1 കിട്ടും. 2 - 1 ആൻസർ 1 കിട്ടും. ഓപ്ഷൻ സി. 2 - 1 ആൻസർ 1 കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് x2 - x1 x2 - x1 -1 -2 y2 - y1 4 - 3 -3 -4. That is direction ratio of line joining 2 points. -3 1 -7 -3 1 -7 പ്ലസ് ഓർ മൈനസ് എടുത്തിരിക്കുന്നു. സാധാരണ ഇത്തരം ബ്രാക്കറ്റ് കൊടുക്കാറില്ല. ഈ ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ അതൊരു കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഒന്നേലും ഇങ്ങനെ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആയിക്കോട്ടെ. -3 1 -7 അങ്ങനെ ഓപ്ഷൻ ഇല്ല. കംപ്ലീറ്റ് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 -1 7 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. 3 - 1 7 ഓപ്ഷൻ എ. കാരണം ഡയറക്ഷൻ റേഷ്യോ പ്രപ്പോർഷണൽ ആയിട്ട് വരുന്ന വാല്യൂ ആണ്. ഇതിപ്പോൾ നേരെ തിരിച്ചെടുത്തു. 2 മൈനസ് അങ്ങനെ ചെയ്യണമെങ്കിൽ 3 ആ രീതിയിൽ തന്നെ കിട്ടും. x2 - x1 പ്ലസ് ഓർ മൈനസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, NCERT ക്വസ്റ്റ്യൻ. പാസ് ചെയ്യുന്ന പോയിന്റ് ആണിത്. അപ്പോൾ അത് x - 3 ബൈ y - 2 ബൈ z + 1 വരും. പാസ് ചെയ്യുന്ന പോയിന്റ് മുകളിൽ എഴുതി. ബൈ ഡയറക്ഷൻ റേഷ്യോ. ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ എടുത്തോ, കാരണം രണ്ടും പാരലല. ഇഫ് 2 ലൈൻസ് ആർ പാരലൽ ഡയറക്ഷൻ റേഷ്യോ സെയിം ആണ്, പ്രൊപ്പോർഷണൽ ആണ്. ഇത് തന്നെ എടുത്ത് ഇവിടെ കൊടുത്തോ. 2 3 -2. ഞാൻ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 2 3 -2 -3 -2 1 -3 -2 1. ഇത് ശരിയാവും, പക്ഷേ ഡിനോമിനേറ്റർ ശരിയാവില്ല. ഇത് -3 ശരിയാവില്ല. -3 -2 1 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്ത് ഓപ്ഷൻ തെറ്റിക്കരുത്. സൂക്ഷിച്ച് ചെയ്യണം. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലൊക്കെ ചുമ്മാ ഒരു പ്ലസ് മൈനസ് അവർ മാറ്റിയിട്ടേ ഉള്ളൂ. തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് 2 ലൈൻ്റെ ഇക്വേഷൻ ഉണ്ട്. പെർപെൻഡിക്കുലർ ആണ്. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2 2 ആൽഫ. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2 1 -2 x - x1. അതെ, ഡയറക്റ്റ് ഫോമിൽ തന്നെ. ന്യൂമറേറ്റർ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോളേ. പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ 2 × 2 4 1 × 2 2 -2 ആൽഫ = 0. സോ 6 = 2 ആൽഫ. ആൽഫ = 3 എന്ന് കിട്ടും. ഓപ്ഷൻ സി. 6 = 2 ആൽഫ. ആൽഫ = 3 എന്ന് കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. വെക്ടർ എ, വെക്ടർ ബി, then angle between a plus b and a minus b. Vector a, vector b, angle between a plus b and a minus b. Cos theta equal to NCERT question ആണ്. a plus b കാണാം. 4 + 2 6 i cap. 4 + 7 11 j cap. 7 + 2 9 k cap. തെറ്റില്ലല്ലോ. 6 11 9. അടുത്തത് a - b. 2 - 4 -2 i cap. 4 - 7 -3 j cap. 7 - 2 + 5 k cap. ഇതാണ് a + b യും a - b യും. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് ഡോട്ട് ചെയ്യണം. ഡോട്ട് ചെയ്യുമ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. -12 + -33 + 45 കിട്ടില്ല അല്ലേ? അല്ല, കിട്ടൂലോ. കിട്ടും. a1 a2 b1 b2 c1 c2. ഇത് -45 വരില്ലേ? അത് -4 + 45 0 കിട്ടി. സോ തീറ്റ = 90 π/2. ഓപ്ഷൻ സി കിട്ടി.
ഓക്കെ, A1 A2 B1 B2 C1 C2 0 T theta equal to 90 perpendicular. Vector of magnitude 6 perpendicular to A and B ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. Any vector perpendicular to both A and B is A cross B കണ്ടുപിടിക്കണം. A cross B is always perpendicular to both A and B. ക്രോസ് പ്രോഡക്റ്റ് വെച്ച് ഇനിയും നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്ത് പ്രതീക്ഷിക്കാം? A cross B is always perpendicular to both A and B. A cross B is always perpendicular to both A and B. ഒരു ക്രോസ് കണ്ടുപിടിക്കാൻ പറയൊന്നുമില്ല. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണാൻ പറയും. ക്രോസ് പ്രോഡക്റ്റ് കാണാൻ ഒന്നും അവർ പറയില്ല. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണാൻ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, A cross B is always perpendicular to both A and B, which is equal to I cap into 4 minus 2 6 കിട്ടും minus j into ശരിയല്ലേ 4 minus 1 വരുന്നത്. അപ്പോൾ 5 ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ 5 വരുള്ളൂ. 4 minus 1 5 or 3 4 minus 1 sorry ജയുടെ ശരിയായി ഞാൻ ജയുടെ പറഞ്ഞത് 4 minus 2 minus 2 ജയുടെ 4 minus 1 അത് 3 ആവും പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു minus 2 minus 4 വരും. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കിട്ടി. അടുത്ത പ്രശ്നം മാഗ്നിറ്റ്യൂഡ് 6 ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് 6 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് 6 I ക്യാപ്പ് minus 3 j ക്യാപ്പ് minus 4 k ക്യാപ്പ് by root 36 plus 9 plus 16 36 plus 9 plus 16 എന്ന് വരും. എത്ര കിട്ടും? 36 plus 16 52 59 വരും. നമ്പർ മാറിപ്പോയോ? ഇല്ല, 36 52 ഇവിടെ നമ്പർ മാറിപ്പോയോ? കാരണം ഇതിനകത്ത് ഇൻറ്റു 6 നമ്പറിലൊന്നും അങ്ങനെ റൂട്ട് കൊടുത്തിട്ടില്ലല്ലോ കിട്ടിയിരിക്കുന്ന ആൻസറിൽ. ഇപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 2 2 1 1 minus 2 2 I ഇൻറ്റു 4 plus 2 6 minus j ഇൻറ്റു 4 minus 1 3 4 minus 1 3 k ഇൻറ്റു minus 4 minus 2 ഇവിടെ minus 6 വരുള്ളൂ. -6 വരും. കാൽക്കുലേഷൻ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത് എന്നതൊന്ന് കട്ട് ചെയ്തോടെ എഴുതാം. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കാം. യൂണിറ്റ് വെക്ടർ കാണുമല്ലോ, അപ്പോൾ പിന്നെ ഡിവൈഡ് ചെയ്ത് അത്ര എളുപ്പമില്ലേ. യൂണിറ്റ് വെക്ടർ കാണുമോ? 2 I ക്യാപ്പ് minus j ക്യാപ്പ് minus 2 k ക്യാപ്പ് ബൈ യൂണിറ്റ് വെക്ടർ ആണ് കേട്ടോ, അതായത് A cross B by mod A cross B by root of 4 plus 1 plus 4. അപ്പോൾ നമുക്ക് 2I minus j minus 2k by 3 എന്ന് കിട്ടി. ഇപ്പം എന്തായി? പെർപെൻഡിക്കുലറായി A cross B കണ്ടപ്പോൾ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ യൂണിറ്റ് വെക്ടറുമായി പെർപെൻഡിക്കുലറായി. പക്ഷെ നമുക്ക് യൂണിറ്റ് വെക്ടർ വേണ്ട, മാഗ്നിറ്റ്യൂഡ് 6 കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടത്. എന്നിട്ടപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആയി. ഇൻറ്റു 6 ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 6 ആയി. യൂണിറ്റ് വെക്ടർ കണ്ടപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആയി. ഇൻറ്റു 6 എന്ന് ചെയ്തപ്പോൾ മാഗ്നിറ്റ്യൂഡ് 6 ആയി. അപ്പോൾ ഇത് ഇൻറ്റു 6 ചെയ്യും. ഇത് ഇൻറ്റു 6 ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലൈ കട്ട് ചെയ്ത് പോയി 2 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു പ്ലസ് ഓർ മൈനസ്, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു രണ്ട് ഡയറക്ഷനിലും വരാമല്ലോ ക്രോസ്.
എക്കും ബിക്കും ഇങ്ങനെയും വരാം ഇങ്ങനെയും വരാം. 2 ഇൻറ്റു 2i മൈനസ് ജെ മൈനസ് 2k ഓപ്ഷൻ ഇ കിട്ടും. +or-2 ഇൻറ്റു NCERT-ലുണ്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആയി. എന്നിട്ട് അവർ പറയുന്ന നമ്പർ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ അവരാവശ്യപ്പെടുന്ന യൂണിറ്റ് വെക്ടർ കിട്ടി. ക്രോസ് പ്രോഡക്റ്റ് കാണാനുള്ള കാരണം പെർപെൻഡിക്കുലർ എന്ന് പറയും. എയും ബിയും കൊളീനിയർ അല്ല. mod a + b ഹോൾ സ്ക്വയർ 3 ആണ്. ഇതെത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. which is equal to, ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 3 × 3 9 × mod a സ്ക്വയർ, പിന്നെ -3a ഡോട്ട് ബി പ്ലസ് 3a ഡോട്ട് ബി -2 × mod b സ്ക്വയർ. ഇത് രണ്ടും കട്ടായി പോകും. 9 × mod a സ്ക്വയർ -2 × mod b സ്ക്വയർ കട്ടായി പോയി. ഇനി എന്ത് ചെയ്യും? mod a + b ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. എ ബി ആർ നോൺ കോളി mod a mod b യും യൂണിറ്റ് വെക്ടറാ. കാര്യം ഞാൻ നോക്കിയില്ല. യൂണിറ്റ് വെക്ടർ. അപ്പോൾ പിന്നെ 9 - 2 ചെയ്താൽ പോരെ. ആൻസർ 7 കിട്ടുമല്ലോ. ഓപ്ഷനുണ്ട് 7. A and B are non-collinear unit vectors. Second, 9 × mod a സ്ക്വയർ മൈനസ് തെറ്റ് വന്നിട്ടുണ്ടോ? ചെറിയ തെറ്റ് വന്നു അല്ലേ? ചെറിയ തെറ്റ് വന്നു. ഇവിടെ തെറ്റി. -3a ഡോട്ട് ബി ഇവിടെ 6 വരും. സോറി കേട്ടോ, 6 വരും. അല്ലെങ്കിൽ പിന്നെ അവരാ തന്നിരിക്കുന്ന പഴയ മറ്റൊരു ഇൻഫർമേഷന് യാതൊരു യൂസും ഇല്ലാതായിപ്പോയി അല്ലേ? 3a ഡോട്ട് ഇത് കിട്ടി. ഇത് +6a ഡോട്ട് ബി വരും. -2 mod b സ്ക്വയർ വരും. ഇത് കട്ടായി പോവില്ല. അപ്പോൾ 9 കിട്ടും, +3a ഡോട്ട് ബി വരും, -2 വരും. ദാറ്റ് ഈസ് 7 + 3a ഡോട്ട് ബി എന്ന് വരും. ഓക്കെ, a ഡോട്ട് ബി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. mod a സ്ക്വയർ ഇത് എക്സ്പാൻഡ് ചെയ്യുക. mod a സ്ക്വയർ 1 ആണ്, mod b സ്ക്വയർ 1 ആണ്. 2 × a ഡോട്ട് ബി. അപ്പോൾ 2a ഡോട്ട് ബി ഈക്വൽ ടു 3 കിട്ടും. 2 റൈറ്റിലേക്ക് പോകുന്നു, അപ്പോൾ 1 ആവുന്നു. അപ്പോൾ a ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 1/2 വരും. a ഡോട്ട് ബി എന്ന് പറയുന്നത് 1/2 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 7 + 3/2 വരും. ദാറ്റ് ഈസ് 14 + 3/2 വരും. ആൻസർ 17/2 വരും. സോറി കേട്ടോ, ആൻസർ 17/2. ആദ്യം ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നു, അതുകൊണ്ടാട്ടോ ഇത് കട്ട് ചെയ്ത് പോവില്ല. 3a ഡോട്ട് ബിയും +6a ഡോട്ട് ബിയോട് ആഡ് ചെയ്തപ്പോൾ 3a ഡോട്ട് ബി കിട്ടി. ഞാനിപ്പോൾ ഈ ഇൻഫർമേഷൻ വെറുതെ തന്നല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ്. മാത്രമല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇല്ല, 7 ഉണ്ടായിരുന്നു. അങ്ങനെ ഓപ്ഷൻ തെറ്റി മാർക്ക് ചെയ്യേണ്ട വന്നേനെ. mod a + b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു, അവിടെ നിന്ന് a ഡോട്ട് ബി കിട്ടും, അതെടുത്ത് ഇവിടെ കൊടുത്തു, സിംപ്ലിഫൈ ചെയ്യുന്നു. ഓപ്ഷൻ ബോക്സ് ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വെക്ടർ മേക്ക് ആൻ ആംഗിൾ π/3 π/4 വിത്ത് എക്സ് വൈ ഗാമ വിത്ത് കെ. ഇതെന്താ ആംഗിൾ? ആ ഫോർമുല ഏത്? cos² α പ്ലസ് cos² β പ്ലസ് cos² ഗാമ equal to 1. cos² α plus cos² β plus cos² ഗാമ 1. So cos² ഗാമ is equal to 1 minus cos 60 1/2 അതിൻ്റെ സ്ക്വയർ 1/4 cos 45 1/√2 അതിൻ്റെ സ്ക്വയർ 1/2. ഇത് രണ്ട് റൈറ്റിലേക്ക് കൊണ്ടുപോയി. 1 മൈനസ് 3/4 വരും. 4 LCM ആയിട്ട് എടുത്താൽ 1 + 2 3/4 വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ കോസ് ഗാമ എന്ന് പറയുന്നത് +or - 1/2 കിട്ടും. പക്ഷേ ഗാമ
π/2 ടു π സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് കോസ് ഗാമയ്ക്ക് എന്തെടുത്താൽ മതി? -1/2 എടുത്താൽ മതി. കാരണം ഗാമ ഓൺ സെക്കൻഡ് ക്വാഡ്രന്റ് 90 മുതൽ 180 വരെ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവ് എടുത്തു. അപ്പോൾ ഗാമ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഗാമ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് π - π/3 ചെയ്യും. എന്താ π/3 ചെയ്യാൻ കാരണം? പോസിറ്റീവ് 1/2 കിട്ടുന്നത് π/3യിലാണ്. പിന്നെയോ സെക്കൻഡ് ക്വാഡ്രന്റിലെ വാല്യൂ കിട്ടണം. അതുകൊണ്ട് π - π/3 2π/3 അഥവാ ഓപ്ഷൻ ഇ കിട്ടും. 2π/3 ഓപ്ഷൻ ഇ. അടുത്തത് u, v, w 3 വെക്ടേഴ്സ് സച്ച് ദാറ്റ് സം 0 mod u mod v mod w എല്ലാം തന്നിട്ടുണ്ട്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. എ ബി സിയുടെ ടൈമിലായിരുന്നു എന്നും ചോദിക്കാറ്. ഇത് മാറ്റി u, v, w വന്നു എന്നേ ഉള്ളൂ. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. mod u plus v plus w the whole square is equal to mod u square plus mod v square plus mod w square plus 2 into u dot v plus v dot w plus u dot w. നമ്മുടെ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ തന്നെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab ആ പരിപാടി തന്നെ. പിന്നെ ഇവിടെ വെക്ടർ വന്നുകൊണ്ട് എ ബി എന്ന് എഴുതുമ്പോൾ എ ഡോട്ട് ബി, ബി സി എന്ന് എഴുതുമ്പോൾ ബി ഡോട്ട് സി. ഇതെല്ലാം നമുക്കറിയാം. ഇത് 0 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി ഇത് 3 അതിൻ്റെ സ്ക്വയർ എടുത്തു 9. ഇതോ 4 അതിൻ്റെ സ്ക്വയർ എടുത്തു 16 25 പ്ലസ് 2 ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരൂ. 25 പ്ലസ് 25 മൈനസ് 50 വരും. 2 താഴേക്ക് വരും ബൈ 2 ഈക്വൽ ടു യു ഡോട്ട് വി പ്ലസ് വി ഡോട്ട് ഡബ്ല്യു പ്ലസ് യു ഡോട്ട് വി. 50 വരും, 2 താഴേക്ക് വരും. സോ ആൻസർ ഈസ് -25 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കിട്ടും -25. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ഈ വർഷം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എല്ലാ വർഷത്തെ പേപ്പറിൽ കാണാം. എ ബി സി 3 വെക്ടർ തന്നിട്ടുണ്ട്. ബി ഡോട്ട് എ പ്ലസ് സി ഡയറക്റ്റ് വാല്യൂ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. ബി എന്ന് പറയുന്നത് ജെ മൈനസ് കെ അതുപോലെ തന്നെ എഴുതി ഡോട്ട് എ പ്ലസ് സി. ഇത് രണ്ടും ആഡ് ചെയ്യാൻ. അപ്പോൾ ഐയും മൈനസ് ഐയും ആഡ് ചെയ്താൽ 0 വരും. മൈനസ് ജെ പ്ലസ് കെ. ഓക്കെ, ഒരു മൈനസ് വേണമെങ്കിൽ പുറത്തേക്ക് എടുത്താൽ ശരിക്കും, അല്ലെങ്കിൽ വേണ്ട, സാധാരണ രീതിയിൽ തന്നെ ഡോട്ട് ചെയ്തേക്കാം. ജെ ഡോട്ട് ജെ, ജെയുടെ ടൈമുകൾ ഡോട്ട് ചെയ്താൽ -1 കിട്ടും. പ്ലസ് കെയുടെ ടൈമുകൾ ഡോട്ട് ചെയ്താൽ -1 കിട്ടും. സോ ആൻസർ -2 വരും അല്ലേ. ജെ ഡോട്ട് ജെ 1 വരും. അപ്പോൾ 1 ഇൻറ്റു -1 കെ ഡോട്ട് കെ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡയറക്റ്റ് ഫോർമുല. അടുത്തത് എ ബി സി 3 വെക്ടേഴ്സ് ആണ്. 3ൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എയുടെ മാഗ്നിറ്റ്യൂഡ് 4, ബിയുടെ മാഗ്നിറ്റ്യൂഡും 4, സിയുടെ മാഗ്നിറ്റ്യൂഡ് 2. എ ഇസ് പെർപെൻഡിക്കുലർ ടു ബി പ്ലസ് സി. മനസ്സിലാക്കൂ, എ ഇസ് പെർപെൻഡിക്കുലർ ടു ബി പ്ലസ് സി. NCERT എക്സാമ്പിളിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ബി ഇസ് പെർപെൻഡിക്കുലർ ടു എ പ്ലസ് സി. അതുപോലെ തന്നെ സി ഇസ് പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി. അപ്പോൾ അതൊക്കെ 0 ആയിരിക്കും. ഏത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞുകൊണ്ട് മോഡ് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കണം. മോഡ് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ മോഡ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ കാണും. എന്നിട്ടോ മോഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ഞാൻ എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. മോഡ് എ സ്ക്വയർ എ ഡോട്ട് എന്ന് എഴുതി. ഇനി ഡോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. ഇത് സാധാരണ പോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാട്ടോ. നമ്മൾ ആ കഴിഞ്ഞ യു വിയുടെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, യു വി ഡബ്ല്യുവിൻ്റെ മോഡ് യു സ്ക്വയർ മോഡ് വി സ്ക്വയർ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല.
നമ്മൾ വേറെ ടെക്നിക്കിന് വേണ്ടിയിട്ടാണ്. അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷനോട് നോക്കണ്ടേ. അപ്പോൾ എ ഡോട്ട് എ ചെയ്യുമ്പോൾ മോഡ് എ സ്ക്വയർ കിട്ടും. പിന്നെ എ കൊണ്ട് ബി എ സി എ ഞാൻ ഡോട്ട് ചെയ്യുന്നില്ല, അതിങ്ങനെ എഴുതുന്നുള്ളൂ. എ ഡോട്ട് ബി പ്ലസ് സി എന്ന് എഴുതുന്നേ ഉള്ളൂ. എന്നോട് പറയാം, എ കൊണ്ട് ശരിക്കും എയും ബി എയും സി ഒക്കെ ഡോട്ട് ചെയ്യണം. ഞാൻ എയും ഡോട്ട് ചെയ്തു, ബാക്കി ബി പ്ലസ് സി എ അങ്ങനെ എഴുതി വെച്ചു. പ്ലസ് ബിയും ഡോട്ട് ചെയ്താൽ മോഡ് ബി സ്ക്വയർ വരും. ബി കൊണ്ട് എ പ്ലസ് സി എ ഡോട്ട് ചെയ്തു. സിയും ഡോട്ട് ചെയ്താൽ മോഡ് സി സ്ക്വയർ വരും. സി കൊണ്ട് എ പ്ലസ് ബി എ ഡോട്ട് ചെയ്തു. അത് എഴുതി വെക്കുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതൊക്കെ 0 എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് 16, ഈ ടൈം 0, മോഡ് ബി സ്ക്വയർ 16, 2 4 തന്നെ. അടുത്ത ടൈം 0, മോഡ് സി സ്ക്വയർ 4. അപ്പോൾ മോഡ് എ പ്ലസ് ബി പ്ലസ് സി എന്ത് കിട്ടും? റൂട്ട് ഓഫ് 36 വരും അല്ലേ? 16 + 16, 32 + 4, 36. അതിൻ്റെ റൂട്ട് എടുക്കും, 36. ഓപ്ഷൻ ബി കിട്ടും, ബോക്സ്. ഈ ഐഡിയ ഒന്ന് ഓർത്തോളൂ. മിസലേനിയസ് എക്സസൈസിലുണ്ട്, മിസലേനിയസ് എക്സാമ്പിൾ, എക്സസൈസ് അല്ല, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0. കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2 സിംഗിൾ ടു 0. കാരണം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ 2 ടൈം കട്ടായി പോകും. ഒന്ന് കോസ് ആൽഫ സൈൻ ആൽഫ, മറ്റത് മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. അപ്പോൾ സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2 0 വരും. ട്രിഗണോമെട്രി ഫോർമുല അപ്ലൈ ചെയ്താലോ? സൈൻ ആൽഫ ബൈ 2 സിക്കൽ ടു 0 എന്ന് എഴുതാൻ പാടില്ല. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ സൈൻ ആൽഫ വരും, ബൈ 2 സിക്കൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് സൈൻ ആൽഫ സിക്കൽ ടു 0 വരും. സൈൻ ആൽഫ സിക്കൽ ടു 0 വരും. സൈൻ ആൽഫ 0 ആണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ആംഗിളിനെ കുറിച്ച് ഒന്നും അവർ പറയുന്നില്ല. സൈൻ ആൽഫ 0 ആണെങ്കിൽ ആൽഫ 0 ആൻഡ് പൈ രണ്ടും എടുക്കാമല്ലോ അല്ലേ? ആൽഫ എവിടെ വരണമെന്നൊന്നും അവർ ക്വസ്റ്റ്യൻ പറയുന്നില്ല. ആൽഫ ലൈസ് ഫ്രം വെയർ ടു വെയർ അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് സൈൻ 0 വരുന്നത് 0 വരുമ്പോഴും പൈ വരുമ്പോഴും വരാം. 2 കേസും വരും. അടുത്തത് സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. പാസസ് ത്രൂ ദ പോയിന്റ്, ദെൻ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഈ സ്ട്രൈറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ പോയിന്റ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. -1 കൊടുത്താൽ -1 മൈനസ് എ ബൈ 1, 3 കൊടുത്താൽ 3 മൈനസ് ബി ബൈ 2, 2 കൊടുത്താൽ 2 മൈനസ് 3 ബൈ -1. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ -1 മൈനസ് എ ഇസ് ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്യുന്നു. 2 മൈനസ് 3 -1 വരും, -1 ബൈ -1 1 വരും. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ -2 ഈക്വൽ ടു എ കിട്ടി. എ ഇസ് ഈക്വൽ ടു -2 കിട്ടി. ഓക്കെ, എ ഈക്വൽ ടു -2 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. എ ഈക്വൽ ടു -2 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. നമുക്ക് വേണമെങ്കിൽ ബിയോടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 3 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 1 വന്നു. 3 മൈനസ് ബി ഈക്വൽ ടു 2 വന്നു. ബി ഈക്വൽ ടു 3 മൈനസ് 2 1 വന്നു. ശരി, ഓപ്ഷൻ ഡി കറക്റ്റാണ്. ഓപ്ഷൻ ഡി കറക്റ്റാണ്. -2 1 എന്നുള്ളത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും 3Dയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 കണ്ട മോഡൽ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വരുന്നത്. പിന്നെ അതിൻ്റെ ആ ന്യൂമറേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഡയറക്റ്റ് ഫോമാണ്. അപ്പം -2 ഇൻറ്റു മ്യൂ പ്ലസ് മ്യൂ പ്ലസ് 1 പ്ലസ് 3 മ്യൂ പ്ലസ് 6 ഈക്വൽ ടു 0. 3 മ്യൂ പ്ലസ് മ്യൂ 4 മ്യൂ മൈനസ് 2 മ്യൂ ദാറ്റ് ഈസ് 2 മ്യൂ. 4 മ്യൂ മൈനസ് 2 മ്യൂ ദാറ്റ് ഈസ് മ്യൂ പ്ലസ് 7 ഈക്വൽ ടു 0.
mu is equal to -7/2. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എലഫന്റ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് A1A2 + B1B2 + C1C2 0. ഡയറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വീണ്ടും രണ്ട് സ്ട്രേറ്റ് ലൈൻ പാരലൽ ആണെന്ന് പറയുന്നു. പാരലൽ ആവുമ്പോൾ പ്രൊപ്പോർഷണലായി A1/A2 = B1/B2 = C1/C2. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ A, ന്യൂമറേറ്ററിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണേ. y കോർഡിനേറ്റ് 3 ഡിവൈഡഡ് ബൈ B, z കോർഡിനേറ്റ് -1 ഡിവൈഡ് ബൈ -1. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A = 2 എന്നും B = 3 എന്നും കിട്ടും. ഇത് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ A = 2, ഇത് ഇക്വേറ്റ് ചെയ്യുന്നു B = 3. A² + B², 4 + 9 13 കിട്ടുന്നു. ഓപ്ഷൻ ബോക്സ്. A² + B², 4 + 9 that is 13 കിട്ടുന്നു. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്, രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ കാണണം. ഡയറക്ഷൻ റേഷ്യോ തമ്മിലുള്ള ആംഗിൾ കണ്ടാൽ മതിയല്ലോ. cos θ = മോഡുലസ് 1 × 1 1 × 0 + 1 × 1 + 1 × -1 = ന്യൂമറേറ്റർ നോക്കൂ. 0 + 1 - 1 that is 0. Numerator is 0. Cos θ = 0. Since cos θ is 0, these two lines are perpendicular. Cos θ is 0, then these two lines are perpendicular. അങ്ങനെ ആൻസർ π/2 അഥവാ ഓപ്ഷൻ എ കിട്ടുന്നു. π/2 അഥവാ ഓപ്ഷൻ എ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ വെക്റ്റർ പ്ലസ് 3D ഈ ടോപ്പിക്കിൽ നിന്ന് ചെയ്തു. കീമിനെ സംബന്ധിച്ചിടത്തോളം, JE സംബന്ധിച്ചിടത്തോളം ഏത് എൻട്രൻസ് എക്സാമിനും വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ 40 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഒരു 30 ക്വസ്റ്റ്യനും ഡയറക്റ്റ് NCERT തന്നെ. ഒരു 10 ക്വസ്റ്റ്യൻ ടഫ് എന്നല്ല, ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചിന്തിക്കണം. ബാക്കിയെല്ലാം നിങ്ങൾ ആ NCERTയിലെ ഫോർമുലാസും കൺസെപ്റ്റുകളും പഠിച്ചാൽ മതി. അതിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 2024 കീമിനെ ചോദിച്ചത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് ചെറിയ ട്രിക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഒരു എൻട്രൻസ് ലെവലിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ഫോർമുലയും കൂടെ പഠിച്ചാൽ സുഖമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യും ഈ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.